തൻ്റെ ജീവിതയാത്രയിൽ കൂടെയുള്ളവരോട് എപ്പോഴും യേശുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇതൊരു വലിയ സുവിശേഷമാണ്. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു സഹോദരൻ്റെ സാക്ഷ്യമാണ്. മഡ്ഗാസ്കറിൽ അദ്ദേഹം ഒരു ഷിപ്പിൽ ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. അവിടെ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ദൈവാനുഭവം, അദ്ദേഹം ഒരു കപ്പലുണ്ടായിരുന്ന 1-2 ആളുകളോട് തൻ്റെ ദൈവാനുഭവം പങ്കുവയ്ക്കുകയും ഈ കൂട്ടായ്മയിൽപ്പെട്ട ഒരു കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തുകയും ചെയ്ത കാര്യം പങ്കുവച്ചപ്പോൾ അതൊരു ക്രിസ്ത്യാനിയായി മുസ്ലിമായ ഒരു മനുഷ്യൻ, അയാൾക്കതൊരു വിശ്വാസം കൊടുത്തു. അയാൾ തിരിച്ച് പ്രാർത്ഥനയിലേക്ക് വന്നു. അതുപോലെ ആ ഷിപ്പിലുണ്ടായിരുന്ന ഓരോ ജോലിക്കാരോടും ഇയാൾ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ് വലിയൊരു മാനസാന്തരം ആ കപ്പലിൽ വന്ന സംഭവമാണ് അത് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് വലിയൊരു ദൈവാനുഭവമാണ്. തൻ്റെ ജീവിതയാത്രയിൽ താൻ ജോലി ചെയ്യുന്ന ഷിപ്പിൽ കൂടെയുള്ളവരോട് എപ്പോഴും യേശുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇതൊരു വലിയ സുവിശേഷമാണ്. എത്രയോ സന്ദർഭം നമുക്കെല്ലാം കിട്ടിയിട്ടുള്ളതാണ്, നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. എത്രയോ സാഹചര്യങ്ങളിൽ യേശുവിനെ പറയാനായിട്ട് എത്രയോ മനുഷ്യരാണ് വാസ്തവത്തിൽ യേശുവിനെക്കുറിച്ച് കേട്ടാൽ രക്ഷപ്പെടാൻ കാത്തിരിക്കുന്ന മനുഷ്യർ. പക്ഷെ ആരും പറയില്ല. പറയാൻ ഭയമാണ്, യേശുവിനെ കൊടുക്കാൻ ഭയമാണ്. അതുകൊണ്ടാണ് ദൈവരാജ്യം വളരുന്നില്ല. അത് കൊടുക്കാൻ സാധിക്കുന്നത് നമുക്ക് ദൈവാനുഭവം ഉണ്ടാകണം. യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. യേശു നമ്മുടെ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? അപ്പോൾ നീ യേശുവിനെ ആദ്യം സ്വന്തമാക്കണം. യേശുവിൻ്റെതായിട്ട് ഇത് മാറണം. യേശുവിൻ്റെ വചനത്തെ നീ സ്വീകരിക്കണം. ആ വചനപ്രകാരം നീ ജീവിക്കാൻ നീ തയ്യാറായാൽ യേശുവിൻ്റെ ഹൃദയത്തിൽ വസിക്കും. അപ്പോൾ നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് നിന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇന്ന് കൊടുക്കാൻ പറ്റാത്ത നമ്മുടെ ശൂന്യതയാണ്. ഹൃദയത്തിൽ ആത്മാവില്ലാത്തത് കൊണ്ടാണ്, വചനമില്ലാത്തത് കൊണ്ടാണ്. സ്പിരിച്വൽ പറഞ്ഞൊരു അഭിഷേകമാണ്, യേശുവിൽ വസിച്ച അഭിഷേകം, യേശുവിനെ നയിച്ച അഭിഷേകം. ഈ അഭിഷേകം പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: സുവിശേഷം ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കി എടുക്കണം. വചനം നമ്മൾ സ്വീകരിക്കണം. വചനപ്രകാരം നമ്മൾ ജനിച്ചവരായിട്ട് മാറണം. ഇത് വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു കത്തോലിക്കന്, ഒരു ക്രിസ്ത്യാനിക്ക് യേശുവിനെ അറിയില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ലാത്ത കാരണം ഇതാണ്: അവനൊരു ജനനം ഉണ്ടായിട്ടില്ല. അമ്മയുടെ ഗർഭത്തിൽ ഉരുവായി ജഡപ്രകാരം ജനിച്ചു. അതിനപ്പുറത്തോട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. ഈശോ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഈശോ പറയാണ്, വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ സാധിക്കുകയില്ല. വീണ്ടും ജനിക്കണം ദൈവരാജ്യം കാണണമെങ്കിൽ. ഇവിടെ 5-ാമത്തെ വചനം പറയുകയാണ്, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ഇപ്പം ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. അങ്ങനെ ജനിക്കുന്നവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചാൽ അവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചവനാണ്. ഇവിടെ ജലത്താൽ ആത്മാവെന്ന് പറഞ്ഞാൽ ജ്ഞാനസ്നാനമാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ്, സ്വീകരിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിച്ചവരാണ്. പക്ഷെ ദൈവരാജ്യം കാണുന്നില്ല. അപ്പോൾ ദൈവരാജ്യം കാണണമെങ്കിൽ ഈശോ പറയാണ് വീണ്ടും ജനിക്കണം. ഈ വീണ്ടും ജനം സംഭവിക്കേണ്ടത് എങ്ങനെയാണ്? ജലത്താലും ആത്മാവിലും ജനിക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം എന്ന ജലം കൊണ്ട് ജനിക്കണം. വീണ്ടും പോയി സ്നാനപ്പെടുന്ന അർത്ഥമല്ല, അത് തെറ്റായൊരു പഠനമാണ്. ദൈവത്തിൻ്റെ വചനത്താൽ നീ വീണ്ടും ജനിക്കണം. വചനമാണ് ജനിപ്പിക്കേണ്ടത്. ഞാനൊരു കത്തോലിക്കനായി 32 വർഷം ജീവിച്ചു. ദൈവവിശ്വാസം നഷ്ടപ്പെട്ട് ദൈവമില്ല എന്നുള്ള അവസരം കടന്നു വന്നു. ആ ഒരു തകർച്ചയിൽ എനിക്ക് വീണ്ടും ജനനം ഉണ്ടായി. ഞാനൊരു കരിസ്മാറ്റിക് ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ എനിക്കൊരു വീണ്ടും ജനനം കിട്ടുകയാണ്. ഞാൻ വീണ്ടും പുതിയ സൃഷ്ടിയായിട്ട് ജനിച്ചു. എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി, പരിശുദ്ധാത്മ ശക്തി എനിക്ക് കിട്ടി. അതിൽ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചു. അതെന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി. ഞാൻ എല്ലായിടത്തും മുങ്ങാൻ പോയില്ല, സ്നാനപ്പെടാൻ പോയില്ല. ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ സ്നാനപ്പെട്ടു. അതാണ് വിശ്വസിച്ചുള്ള സ്നാനം. അതായത് മാർക്കോസ് സുവിശേഷം 16:16 പറയുന്നത് വിശ്വസിച്ച് സ്നാനപ്പെടണം. അത് ആ സ്നാനം പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമാണ്. വിശ്വസിച്ചുള്ള സ്നാനം എന്ന് പറയുക പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടണം, വെള്ളത്തിൽ മുങ്ങിയിട്ടല്ല. അത് സ്നാനപ്പെട്ടിട്ടില്ലാത്തവൻ വെള്ളത്തിൽ മുങ്ങിക്കോട്ടെ, പക്ഷേ വെള്ളത്തിൽ സ്നാനപ്പെട്ടവന് വേറെ സ്ഥാനമില്ല, ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ അവന് ലഭിക്കേണ്ട സ്ഥാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനം, ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയും. അതാണ് നിനക്ക് വേണ്ടത്. അത് സ്വീകരിക്കാതെ എത്ര എവിടെയെല്ലാം പോയി മുങ്ങിയാലും ശരി, നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. വീണ്ടും ജനിക്കണം,
വചനം കൊണ്ട് വീണ്ടും ജനിക്കണം, ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറണം. ഇവിടെ സാക്ഷ്യപ്പെടുന്ന ഈ സഹോദരൻ പ്രകാരം വീണ്ടും ജനിച്ചവനാണ്. അവൻ യേശുവിനെ സ്വന്തമാക്കിയവനാണ്. അപ്പോൾ അവർക്ക് എന്താണ് ആഗ്രഹം? എപ്പോഴും യേശുവെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം, ആൾക്കാർക്ക് പോയി പറയണം, പങ്കുവയ്ക്കുകയാണ്. ആ ശമരിയക്കാരിയെ പോലെ ഓടിപ്പോയി തൻ്റെ പട്ടണമായ ശമരയിൽ ചെന്ന് പറഞ്ഞു, ഞാൻ യേശുവിനെ കണ്ടു, രക്ഷകനെ കണ്ടു, ഞാൻ ചെയ്തില്ല, അവൻ എന്നോട് പറഞ്ഞു. ഇവരുടെ വാക്ക് കേട്ടുള്ള ശമരിയക്കാർ മുഴുവൻ യേശുവിനെ തേടി അവിടെ പോവുകയാണ്. സിക്കാർദ പട്ടണത്തിൽ യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ അവർ വരികയാണ്. അവർ ഈശോയെ കാണുന്നു, അവർ ഈശോയെ കർത്താവ് സ്വീകരിക്കുകയാണ്. നമുക്ക് കൊടുക്കാൻ സാധിക്കണം വചനത്തിലൂടെ, നമ്മുടെ അനുഭവത്തിലൂടെ അത് കൊടുക്കാൻ സാധിക്കും. നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സഹോദരൻ ഗബ്രിയേൽ എന്ന മകൻ്റെ ഈ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തട്ടെ, വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്തുവാൻ തക്കവണ്ണം ശക്തി നിങ്ങൾ പ്രാപിക്കട്ടെ, വിശ്വാസങ്ങൾ നിങ്ങൾ ഉറയ്ക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയും സ്തുതിയും മഹത്വം ആരാധന അവിടുത്തേക്ക് സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും, നിങ്ങളുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാവും. പരിശുദ്ധ മറിയമേ ദൈവപുത്രന്റെ മാതാവേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനെ അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പരിശുദ്ധമായ നാമത്തിൽ അമേൻ. ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ. നീ എന്തുകൊണ്ട് ദേവമാല കഴുത്തിലിടുന്നില്ല? പരിശുദ്ധ മാതാവ് നിന്നെ സംരക്ഷിക്കും, നമ്മളെ സംരക്ഷിക്കും, കപ്പലിനെ സംരക്ഷിക്കും. ഞാൻ ഗബ്രിയേൽ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഈ മേരിമോളുടെ സൗഖ്യത്തിനോട് ചേർന്നുള്ള ഒരു അത്ഭുതം മഡഗാസ്കർ ഐലൻഡിൽ എൻ്റെ കപ്പലിൽ നടന്നതാണ്. മേരിമോളിൽ ഞങ്ങൾ കൂട്ടായ്മയിൽ എല്ലാവരും കർത്താവിൻ്റെ ദാസരും അഭിഷേകത്തിൽ മോളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മോള് വളരെ അത്ഭുതകരമായി അഭിഷേകം, സ്പ്രിഞ്ചിസ് അഭിഷേകം, ജ്ഞാനത്തിൻ്റെ അഭിഷേകം സൗഖ്യപ്പെടുത്തി എന്ന് എൻ്റെ കപ്പലിൽ എൻ്റെ സബോർഡിനേറ്റായ ഒരു മലഗാസി ഭാഷ സംസാരിക്കുന്ന, ഫ്രഞ്ച് സംസാരിക്കുന്ന എൻ്റെ സബോർഡിനേറ്റർ പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രിക്കൽ ഓഫീസർ ആദ്യം കാത്തലിക് ആയിരുന്നു. അവൻ എങ്ങനെയോ മുസ്ലിമായിട്ട് മാറിപ്പോയി, അവനെ തന്നെ അറിയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, ഞാൻ ഈ ജപമാല എന്നത് കാണിച്ചു കൊടുത്ത്, ഈ ജപമാല ചൊല്ലി കന്യകാ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ പേരിലാണ് ഞങ്ങൾ ലോകമെമ്പാടുള്ള സ്പിരിഞ്ചീസസ് മക്കൾ കർത്താവിൻ്റെ ദാസരോട് ചേർന്ന് ഒരേ ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞിരുന്ന ജ്ഞാനത്തിൻ്റെ അഭിഷേകം, സ്പിരിഞ്ചീസ് അഭിഷേകമാണ് കുഞ്ഞിനെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് വലിയ മാനസാന്തരമുണ്ടായി. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഈ ഒരു ജപമാല എനിക്ക് വേണം, എനിക്ക് എവിടെന്നെങ്കിലും അത് ഒപ്പിച്ചു തരണം എന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തു. അത് പ്രകാരം ഞാൻ തീഷ്ണമായി, ഞങ്ങൾ കടലിലാണ്, വേറെ അവിടെ കിട്ടപ്പുറത്ത് പോയി എനിക്കും വലിയ അറിയില്ല. വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ വേറെ ഒരു അടുത്തുള്ള പള്ളിയിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. അവിടെ നോക്കിയപ്പോൾ കുറച്ച് പേര് വിശുദ്ധ ബലി ജപമാല വിൽക്കാനായിട്ട് കൊണ്ടുവന്നിരുന്നു. അവിടെ നിന്ന് 2 ജപമാല വാങ്ങിച്ചു. ഒന്ന് അദ്ദേഹത്തിന് വേണ്ടിയും ഒന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു. അവിടെ വിശുദ്ധ ബലി അർപ്പിച്ച പുരോഹിതൻ അതിനെ ബ്ലെസ് ചെയ്തു. അതിനുശേഷം ഞാൻ ആ ജപമാല ആ സഹോദരന് കൊടുത്തു. അദ്ദേഹം അത് കഴുത്തിൽ ധരിക്കുമായിരുന്നു. ഞാനെപ്പോഴും ചോദിക്കും, നീ ഇന്ന് ജപമാല ധരിച്ചിട്ടാണ്? ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജപമാലയുടെ വലിയ മഹത്വം പറയുമ്പോൾ എൻ്റെ കപ്പലിൻ്റെ മാസ്റ്റർ ഭയങ്കര ഒരു വാശിക്കാരനായിരുന്നു. സിഗരറ്റ് വലിക്കുക, പല രീതിയിലുള്ള അസ്വസ്ഥനായിരുന്നു. കപ്പലിൽ സെയിൽ ചെയ്യുന്ന സമയത്ത് സൈക്ലോൺ വാർണിംഗ് ഇല്ലാണ്ടാവും. ഇയാൾ ഭയങ്കര ടെൻഷനാകും. എൻ്റെ അടുത്തൊന്ന് ചോദിക്കും എന്ത് ചെയ്യുന്ന അറിയും. അപ്പം ഞാൻ പറയും, നിങ്ങളുടെ കയ്യിൽ ജപമാല ഉണ്ടായിരുന്നു? ഉണ്ട്, ഞാനത് പെട്ടിയിൽ വെച്ചെന്നാണ്. നോ, യു ഹാവ് ടു പുട്ട് ഇറ്റ് ഓൺ യുവർ നെക്ക്. ജപമാല നിൻ്റെ കഴുത്തിൽ ധരിക്കണമെന്ന് പറഞ്ഞു. അന്ന് ചെയ്തില്ല. 2ാമത്തെ ദിവസം കുറേ കാർഗോ കണ്ടെയ്നർ, 18 കണ്ടെയ്നറിലെ കാർഗോ ഡാമേജ് ആയിപ്പോയി. അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് കാർഗോ റിപ്പോർട്ടെല്ലാം ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ വളരെ വിഷമത്തോട് വന്നു. ഞാൻ പറഞ്ഞു, വൈ നീ എന്തുകൊണ്ട് ദേവമാല കഴുത്തിലിടുന്നില്ല? പരിശുദ്ധ മാതാവ് നിന്നെ സംരക്ഷിക്കും, നമ്മളെ സംരക്ഷിക്കും, കപ്പലിനെ സംരക്ഷിക്കും. യു ഹാവ് ടു ഡു ദാറ്റ്. അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ അപ്പോഴും ഞാനത് ചെയ്യാമെന്ന്. പിറ്റേ ദിവസം അതിലും വലിയൊരു സിറ്റുവേഷൻ ഉണ്ടായി. കടലിൽ 4 മീറ്റർ ഉയരത്തിൽ തിരമാല ആഞ്ഞടിക്കുന്ന ഒരു അവസ്ഥ, വാണിംഗ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ എണീറ്റ് വിൻഡോക്കിട്ട് നോക്കുമ്പോൾ ശക്തമായൊരു മഴവില്ല്, അത്ര വലിയൊരു മഴവില്ല് ഞാൻ കണ്ടിട്ടില്ല. അത്രയും തിക്നെസ് ആയിട്ട് കണ്ട് എന്തൊക്കെയോ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നത് എനിക്കറിയായിരുന്നു. ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു, ടു പുട്ട് ഓൺ ജപമാല ഓൺ യുവർ നെക്ക്. ആ മനുഷ്യൻ്റെ കൂടെ ഇരുന്നിട്ട് ഞാനും 151 മണി ജപമാല ചൊല്ലി. അയാൾ തമിഴിൽ ചൊല്ലും, ഞാൻ മലയാളത്തിൽ ചൊല്ലും. അങ്ങനെ 151 ജപം ചൊല്ലി അദ്ദേഹം ജപമാല ധരിക്കാൻ തുടങ്ങി. കപ്പലിലുണ്ടായിരുന്ന എല്ലാ സിഗരറ്റ് വലിക്കുന്ന ആളുകളുടെയും സിഗരറ്റ് സ്മോക്കിംഗ് സ്റ്റോപ്പായി.
അവിടെ ഉണ്ടായിരുന്ന കാത്തലിക്കായിട്ട് എല്ലാവരും ജപമാല ധരിക്കാൻ തുടങ്ങി. ഞാൻ കുക്കിനോട് പറഞ്ഞു, ആരെങ്കിലും ജപമാല ധരിക്കാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ അതുമാതിരി അവരെല്ലാവരും അനുസരിച്ചു. കർത്താവിന് നന്ദി പറയാണ്. ഈ മാസ്റ്റർ എന്ന് വെച്ചാൽ ഞങ്ങളുടെ കപ്പലിൻ്റെ ഒരു നിയമമായിരുന്നു. കപ്പലിൽ ജോയിൻ ചെയ്ത് 3 മാസം കഴിഞ്ഞാൽ ആർക്കും ശമ്പളം കിട്ടില്ല. അവരെ സ്റ്റേറ്റ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യണം. ഈ മനുഷ്യൻ ക്യാപ്റ്റൻ ജോയിൻ ചെയ്തൊരു 1.5 മാസമായുള്ളൂ. പൈസയ്ക്ക് ഭയങ്കര ആവശ്യം, ഫാമിലി കോൾ ചെയ്ത് വീട്ടിൽ ഫോൺ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം അസ്വസ്ഥനാവും, സബോർഡിനേഷനും എല്ലാം വഴക്ക് വരാൻ ദേഷ്യപ്പെടും. അപ്പോൾ ഇയാൾ പറഞ്ഞു എന്നോട്, ചീഫ് ഞാൻ കമ്പനിക്കൊരു മെസ്സേജ് ഉണ്ടാക്കട്ടെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു യെസ്, ധൈര്യമായിട്ടുണ്ടായിക്കോ. നീ 3 നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും മാതാവ് ശമ്പളം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ മെസ്സേജ് കമ്പ്യൂട്ടറിൽ ഡ്രാഫ്റ്റ് ചെയ്തു. അതിനുശേഷം പറഞ്ഞു നീ 3 നന്മ നിറയുമ്പോൾ ചൊല്ലാൻ പറഞ്ഞു. 3 നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലി. അയാൾ 15 ദിവസത്തെ ശമ്പളത്തിന് വേണ്ടി കമ്പനിക്ക് കത്തെഴുതി. കമ്പനി അവന് 1 മാസത്തെ ശമ്പളം നൽകി അനുകരിച്ചു. ഹല്ലേലൂയ. അതിനുശേഷം ആ മാസ്റ്റർ കപ്പലിൽ നിന്ന് വേറെ കപ്പലിലേക്ക് മാറിപ്പോയി. ദുബായിലായിരുന്നു. അവിടെ വളരെ ഹോട്ട് ഡ്രൈ ഡോക്കിലാണ് കപ്പൽ. വളരെ മോശമായ കാലാവസ്ഥയ്ക്കായിരുന്നു. അതിനുശേഷം അദ്ദേഹം എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നെങ്കിൽ, ചീഫ് ഞാനിപ്പോൾ എൻ്റെ ഈ ജോലി പെർഫോം ചെയ്യാൻ പറ്റുന്നത് ജപമാല കൊണ്ട് മാത്രമാണ്. 153 ജപമാല ഞാൻ ചൊല്ലിയതിന് ശേഷം മാത്രമേ എന്തും ചെയ്യാവുള്ളൂ. രാവിലെ എനിക്ക് 3 ജപമാല ചൊല്ലിയതിന് ശേഷം ഞാൻ ബാത്റൂമിൽ വരേക്കും പോവുള്ളൂ. ഹല്ലേലൂയ. അവേ മരിയ ആമേൻ. ഗ്ലോറി മഹത്വം ദൈവത്തിന് നന്ദി സ്തോത്രം. ഹല്ലേലൂയ.